ശ്രീമോഹൻകുമാർ, നോക്കൂ, ഈ കേരളത്തിന് എയിംസ് വേണം, കേരളത്തിന് അതിവേഗ റെയിൽ വേണം, ഇതൊക്കെ ഞങ്ങൾ കൊടുക്കും, ഞങ്ങൾ തരും എന്ന് BJP കാലങ്ങളായി പറയുകയാണ്. പക്ഷേ ഇതൊക്കെ എന്നുള്ളതാണ് പ്രശ്നം. ഈ ഒരുപാട് വർഷങ്ങൾ പിന്നിലേക്കാണോ ഇനിയും കേരളം സഞ്ചരിക്കേണ്ടത് എന്നിടത്ത് കൂടിയാണ് പ്രശ്നം. അപ്പോൾ എന്നെങ്കിലും തരുന്ന ഈ ദാനത്തിനായി കാത്തിരിക്കേണ്ടവരാണോ കേരളം? തീർച്ചയായിട്ടും അസിത, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. പക്ഷേ അതിലേക്ക് വരുന്നതിന് മുമ്പേ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് ഇവിടെ പറഞ്ഞ കാര്യത്തിനോടൊന്ന് പ്രതികരിക്കേണ്ടതുണ്ട്. നോക്കൂ, ഇന്ത്യൻ ഫെഡറൽ സ്ട്രക്ചർ, ഫെഡറൽ ഘടന നിലനിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു റെയിൽവേ മന്ത്രാലയം ചെയ്യുന്നൊരു പ്രവർത്തനം, അതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാരിന് ഒരു വിധത്തിലുള്ള അറിവുമില്ലാതെ ശ്രീമാൻ ശ്രീധർ ചെയ്ത എല്ലാ സേവനങ്ങളെയും ആദരിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം ഇത്രയും മുതിർന്ന ഈ മേഖലയിൽ വളരെ പ്രാഗൽഭ്യമുള്ള ഒരാളെന്നുള്ള നിലയിൽ സംസ്ഥാന സർക്കാരിനെ കൂടെ വിശ്വാസത്തിലെടുക്കാതെ എങ്ങനെയാണ് ഒരു റെയിൽവേയുടെ ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കുക? ഇനി ഇപ്പോൾ പോലീസ് സേനയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരാൾ അവിടെ റിട്ടയർ ചെയ്തതിന് ശേഷം അടുത്തൊരു കെട്ടിടം വാടകയ്ക്ക് എടുത്ത് ആ DISP എന്നോ SI എന്നോ ബോർഡും വെച്ച് പോലീസ് സ്റ്റേഷനോ ബോർഡ് വെച്ചിരുന്നാൽ നമ്മളത് പോലീസ് സ്റ്റേഷൻ്റെ എല്ലാവിധമായ നിയമങ്ങളും നടപ്പിലാക്കാൻ അയാൾക്ക് അധികാരം കൊടുക്കുന്നതിന് തുല്യമല്ലേ ഇത്? സംസ്ഥാന സർക്കാർ ഇവിടെ ഇല്ലേ? ഒരു കാര്യം. രണ്ട്, ഈ നേരത്തെ 158 ഏക്കർ ഭൂമി ഏറ്റെടുത്ത കാര്യം കഴിഞ്ഞ ഒരാഴ്ച മുമ്പേ ഉള്ള എല്ലാ പത്രങ്ങളിലും വന്നതാണ്. അത് മാതൃഭൂമിയിൽ വന്ന് ഇപ്പോൾ ഈ ചർച്ചയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ബഡ്ജറ്റിന് ഒരാഴ്ചയ്ക്ക് മുമ്പേ ഉള്ളതിൽ മിക്കവാറും എല്ലാ മലയാള പത്രങ്ങളിലും വന്നതായിരുന്നു. അപ്പോൾ അതൊരു വാസ്തവമായി നിലനിൽക്കുകയാണ്. ഇപ്പോൾ 7 പുതിയ അതിവേഗ റെയിൽവേ നടപ്പിലാക്കാൻ തീരുമാനിക്കുമ്പോൾ ഈ ചർച്ച വളരെ ഗൗരവമായി ഏറ്റെടുത്തിരിക്കുന്ന കേരളത്തിനെ ഒന്ന് പരിഗണിക്കുക പോലും ചെയ്തിട്ടില്ലാത്തൊരു സ്ഥലത്ത്, അവിടെ ഒരു പേര് പോലും ബഡ്ജറ്റിൽ പറയാത്ത സ്ഥലത്ത് നമ്മുടെ ബഹുമാന്യനായ ശ്രീധർ ഒരു ഓഫീസ് തുറന്നു എന്ന് പറയുന്നത് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. അത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. ഇനി മറ്റൊന്ന്, 3 ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബഡ്ജറ്റിൽ. കേരളത്തിനെ തഴഞ്ഞുകൊണ്ടൊരു ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ എവിടെയെങ്കിലും സ്ഥാപിക്കാൻ കഴിയുമോ? എന്തുകൊണ്ടാണ് കേരളത്തിനെ ആയുർവേദ മേഖലയിൽ തഴയാനുള്ള കാരണം? അത് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ റെയിൽവേ, നമ്മുടെ വാട്ടർ ജല യാത്രാ സൗകര്യങ്ങൾ പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ ഉണ്ടാക്കിയ നേട്ടങ്ങൾ എക്കണോമിക് സർവേയിൽ വിവരിക്കുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ 20 എണ്ണമാണ് പ്രഖ്യാപിച്ചത്. അതിൽ ഒരെണ്ണം പോലും കേരളത്തിന് കൊടുത്തിട്ടില്ല. നോക്കൂ, ഒരു ഏതെങ്കിലും നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരാൾ പോലും എന്തിനുകൊണ്ടാണ് ഇത്തരത്തിലൊരു നയം സ്വീകരിച്ചത്? ഞാൻ ഒരു കാര്യം കൂടെ ഈ നമ്മുടെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറയാം. വാട്ടർ മെട്രോയുടെ കാര്യത്തിൽ കേരളത്തിൻ്റെ വാട്ടർ മെട്രോ ഏറ്റവും പ്രശംസനീയമാണെന്ന് കണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, എന്നാൽ ഇത് നടപ്പിലാക്കിയ സംസ്ഥാനത്തിൽ ഇതിനെ ഒരു തരത്തിലും വികസിപ്പിക്കാൻ ഉള്ള ഒരു സൗകര്യവും കൊടുത്തിട്ടില്ല. ഞാൻ എന്തുകൊണ്ട് കേരളത്തിൽ ഈ കർണാടകയിലും കേരളത്തിലും ഏറ്റവും അവസാനമെന്ന് പറയുന്നതിന് എന്ത് ലോജിക്കാണുള്ളത്? ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യമുള്ള സംസ്ഥാനം കേരളമാണ്. പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ എടുത്താൽ അത്തരത്തിൽ ആയുർദൈർഘ്യം കൂടുന്നതനുസരിച്ച് ആളുകളുടെ രോഗാവസ്ഥയും കൂടും. ഇന്ത്യയുടെ മെഡിക്കൽ ക്യാപിറ്റലായി എമർജ് ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഈ റീജിയണൽ ക്യാൻസർ സെൻറ്റർ, ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതെല്ലാം മെഡിക്കൽ സെൻ്ററായി എമർജ് ചെയ്തിരുന്നു. ലോകത്തുനിന്ന് പോലും ആയുർവേദ ചികിത്സയ്ക്കായി ആളുകൾ എത്തുന്നത് ഗുജറാത്തിലല്ല. ഗുജറാത്തിലാണ് 3 എണ്ണത്തിൽ 1 എണ്ണം പോയിരിക്കുന്നത്. ഗുജറാത്തിൽ ആരെങ്കിലും ആയുർവേദ ചികിത്സയ്ക്കായി പോകുന്നത് അറിയില്ല.
പക്ഷേ അത് വരുന്നത് കേരളത്തിലാണ്. ശരി 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 എന്നിട്ട് പോലും അതിൽ ഒരെണ്ണം പരിഗണിച്ചിട്ടില്ല. ശരി ശരി ഓക്കെ 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 സർ, ക്ലിയർ ആണ്.